നമസ്കാരം. ബിഗ് ബോസ് ടോപ്പിക്കാണ്. 60ാമത്തെ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ. ഇന്ന് എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ തീ ഇന്ന് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. നമ്മൾ പിന്നെ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഇന്നൊരു ക്ലാരിറ്റി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ കാണാൻ വരുന്ന ഹൗസ് മേറ്റ്സിൻ്റെ അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഹൗസ് മേറ്റ്സിന്റെ വേണ്ടപ്പെട്ടവർ വേണ്ടത്ര ക്ലൂ അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ നമുക്ക് മുന്നോട്ടിനി പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇനി ചർച്ച ചെയ്യാം. അത് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് തന്നെ. പിന്നെ 3 പേരുടെ ആൾക്കാരാണ് വന്നത്. കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് ഷോ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ വെളുപ്പിനെ 6 മണിക്ക് മുമ്പേ 6:45 ആയപ്പോഴേ നമ്മുടെ അനീഷും ജിസേലും ആ മുറ്റത്ത് ബിഗ് ബോസ് ഹൗസിന്റെ മുറ്റത്തെ ഒരു ചെയറിൽ ജിസേൽ അവിടെ ഇരിക്കുകയാണ്. അനീഷ് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അവർക്കിടയിലെ സംസാരം നീ ശ്രദ്ധിച്ചോ? അത് കൂടുതലായിട്ടും അവർക്ക് പേടിയാണ് ഇന്നത്തെ ദിവസം പേരൻസ് വരുന്നത്, അതായത് ഫാമിലി. ആദ്യം അവർക്ക് അറിയത്തില്ലല്ലോ ഇന്നത്തെ ദിവസം എൻ്റെ പേരൻസ് വരും, ഞങ്ങളുടെ വരും എന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോഴല്ലേ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തുടക്കം തന്നെ ജിസേല് ഭയങ്കര പേടിച്ചാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ അനീഷ് ചോദിക്കുന്നത് എന്താ ഇത്ര രാവിലെ എഴുന്നേറ്റ്, അത്രയും എനിക്ക് ഉറക്കം ശരിയായില്ല. ജിസേല് വിത്ത് മേക്കപ്പ് ഒക്കെ ഇട്ടായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അത്രയും നേരത്തെ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ടുണ്ട്. അതാണ് അപ്പം അനീഷ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് നേരത്തെ എണ്ണിച്ചല്ലോ. ജിസേൽ പറയുന്നുണ്ട് ഇന്ന് ഫാമിലി വീക്കാണ്, ഈ ആഴ്ച ഫാമിലി വീക്കാണല്ലോ. അപ്പം ഇന്നാണ് ജിസേലിൻ്റെ അമ്മ വരുന്നത് എന്നുള്ളൊരു തോന്നൽ. അത് മുൻകൂട്ടി ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇച്ചിരി ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അനീഷ് ചോദിക്കുന്നു ആരിന്റെ കാര്യം ഇപ്പൊ നമുക്ക് പറയാനല്ലോ, ആരിനോടില്ല. ജിസേല് ടെൻഷൻ അടിച്ചിരിക്കും. അപ്പം അനീഷ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്. പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെയും ഇതിന് മുമ്പൊക്കെയുള്ള ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുറത്ത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവർ കണ്ടിട്ടുണ്ടാകുമല്ലോ, അവർ വന്ന് വഴക്ക് പറയുമോ എന്നെനിക്ക് പേടിയാണ്. എൻ്റെ പേരൻസ് ആദ്യം വന്ന് പോയിട്ട് ശേഷം ആരിന്റെ വന്നാൽ മതി, രണ്ടുപേരും ഒരുമിച്ച് വരരുത് എന്നാണ് ജിസേൽ ആഗ്രഹിക്കുന്നത്. അനീഷ് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താണ്? അനീഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പം എന്നാലും ജിസേലിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭയമുണ്ട്. എന്നിട്ട് ജിസേല് വേറൊരു കാര്യം, വാലിഡായിട്ടുള്ളൊരു കാര്യം, അത് വാലിഡ് മീൻസ് അതൊരു പോയിന്റ് മീൻസ് അവരുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് കുറച്ചുകൂടെ അത് എന്തുവാ കണക്ട് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതാകുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് ജിസേൽ അവിടെ പറയുന്നത്. അതായത് ആരിനും ജിസേലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു ചെറിയ ഓട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെ രാത്രി നടന്നു. അതെ. അപ്പം അതിനോടനുബന്ധിച്ച് ചെറിയൊരു ഈഗോ ക്ലാഷ് ഒക്കെ വരുമെന്ന് കണ്ടു. അതെ, ലക്ഷ്മി അതിനു മുമ്പേ ജിസേല് അനീഷിനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരോടെങ്കിലും പറയുമോ എന്ന്. അനീഷിന്റെ അടുത്തൊന്നും പ്രോമിസ് മേടിച്ചിട്ട് ജിസേല് പറയുകയാണ്. ലക്ഷ്മി ആരിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നത് ജിസേലിന് ആക്ച്വലി ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അനീഷ് ചോദിച്ചു ജിസേല് പൊസസീവ് ആണോ എന്നുള്ള രീതിയിൽ. അതായത് സംഭവം ഇന്നലെ രാത്രി ആര്യനും ജിസേലും കൂടെ വന്നിരുന്നപ്പോൾ ആര്യൻ ജിസേലിനോട് പറഞ്ഞു നീ പോയി കിടന്നോ, നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനും കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ജിസേലിൽ എഴുന്നേറ്റ് പോയപ്പോൾ അവിടെ ലക്ഷ്മി വന്നിരിക്കുന്നുണ്ട്. ലക്ഷ്മി അവളിപ്പോൾ അത് പറയുന്നത് ജിസേല് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്, ഉറക്കം വരുന്ന മനുഷ്യൻ്റെ ഉറങ്ങണ്ടേ,
ഉറങ്ങുന്നില്ല. അത് ഭയങ്കരമായിട്ട് നമുക്ക് ജിസേലിന്റെ കുറച്ച് കേൾക്കുമ്പോൾ അനീഷിന് ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് അത് തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത്. അപ്പൊ ബിഗ് ബോസ് എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ടാവും അതിനകത്ത്. കാരണം പുറത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവത്തില് കുറച്ചുകൂടെ പ്രേക്ഷകർ ചിലപ്പോൾ അവരുടെ ഒരു ലവ് ട്രാക്ക് ആണെന്ന് പ്രേക്ഷകരെ അറിയിക്കാനെ കൊണ്ടായിരിക്കും ബിഗ് ബോസ് ശ്രമിക്കുന്നത്, അല്ല ഒരു കോംബോ ആയിട്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയതും ഈ ആര്യൽ ജിസേൽ ഈ ഒരു ട്രാക്കിനെ കുറിച്ച് തുടങ്ങി അവസാനിപ്പിച്ചതും അതൊരു വലിയ കാട്ടുതീ ഇട്ടിട്ടാണ് ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇന്നത്തെ ഈ വീക്ക് ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഇന്ന് ജിസേലിൻ്റെ അതുപോലെ ആര്യൻ്റെ അനുമോളുടെ ഈ 3 പേരുടെ വീട്ടിൽ നിന്നായിരുന്നു ഫാമിലി മെമ്പേഴ്സ് കടന്നു വന്നത്. അപ്പം ആദ്യമേ വരുന്നത് അനീഷും അനുവും തമ്മിൽ വഴക്കുണ്ടാകുന്നല്ലോ ഫുഡിന്റെ കാര്യം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞത്. അനീഷ് പറഞ്ഞ എന്തോ അനു അത് മനസ്സിൽ വെച്ചിട്ട് രാവിലെ പറഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് അനീഷും നമ്മുടെ അനുമോളും തമ്മിൽ വഴക്കല്ല. രാവിലെ അനീഷ് പോയി ബെഡ്റൂമിൽ പോയി അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പം അനുമോള് തലേ ദിവസം നടന്ന ഒരു വിഷയത്തിനെ ചൊല്ലി അനുമോൾ ആദ്യം വരാതിരിക്കുകയും പിന്നെ അത് അത്യാവശ്യം നൈസായിട്ടുള്ള രീതിയിൽ തന്നെ അന്ന് നീ വരുന്നില്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞ് അനീഷ് തിരിച്ച് കിച്ചണിലേക്ക് പോവുകയും ഒന്നിലുമായിട്ട് ചർച്ച ചെയ്ത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അനുമോൾ വന്നിട്ട് ഇതെന്താ വെക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് മറുപടി പറയുന്നതിനൊന്നും അനുമോള് മറുപടി കൊടുക്കുന്നില്ല, അതായത് കേൾക്കുന്നില്ല. അക്ബറിനോട് ചോദിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതെ അതെ. അപ്പം അനുമോളും കിച്ചൺ ടീമിലുള്ള ആളാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഒരു ഈഗോ ക്ലാഷ്, അത് വലിയതായിട്ടുള്ളൊരു വിഷയങ്ങളൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ തോന്നിയത് നമ്മുടെ അനീഷ് പറഞ്ഞില്ലേ ആ ഒരു വിഷയത്തിനകത്ത് എന്തുവാ അനു നല്ലപോലെ പാചകം ചെയ്യുന്ന വ്യക്തിയാണെന്നൊരു ചിന്ത അനുവിനുള്ളത്. അതെ അതെ അതെ, ആ ഒരു കാര്യം നമുക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള. കാരണം അനുവിന് നല്ല രീതിയിൽ പാചകം ചെയ്യാനെ കൊണ്ട് അറിയാം. അത് ഇപ്പം അതിന് കിച്ചൺ ടീമിലെ ക്യാപ്റ്റനാണ്. പക്ഷെ ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുണ്ട്. ആ ഒരു പാചകം ചെയ്യാൻ അറിയാവുന്നതിൻ്റെ ഒരു പവർ അനു എപ്പോൾ കിച്ചൺ ടീമിൽ കയറിയെന്ന് പറഞ്ഞാലും അത് അനുവിൻ്റെ ഭാഗത്ത് നിന്ന് വരും. അത് ഒരിച്ചിരി ഓവറാണ്. അത് ഭയങ്കര മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇറിറ്റേറ്റഡ് ആകും ഒരു വ്യക്തി. അനീഷ് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അനുവിനോട് പറയുന്നുണ്ട്. അനുവല്ല, അനുവിനായിട്ടും അക്ബറുമായിട്ടും ഇടയ്ക്കൊരു വിഷയം വന്നത് അത് കോമഡിയാണ്. ഈ അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന അനീഷ് അക്ബർ പിന്നീട് ഒരു കാര്യം പറയുമ്പം അത് അംഗീകരിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നില്ല അക്ബറിന്റെ അനീഷിന്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എന്താ വെച്ചാല് ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. ചപ്പാത്തി നമ്മൾ എന്താന്ന് പറഞ്ഞാൽ കുറെ ഒരു 10 എണ്ണം പരത്തി വെക്കുമ്പം മണ്ടേ വെക്കുന്ന ഒരു 5-6 എണ്ണം നല്ലപോലെ കിട്ടും. അവസാനത്തേക്കാകുമ്പോൾ ചപ്പാത്തിയുടെ നമ്മൾ നല്ലപോലെ പൊടി പരട്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അത് കാര്യമായിട്ടുള്ള കാര്യമാണ്. അത് അക്ബർ പറയുന്നുണ്ട് കൂടുതൽ വെള്ളമായി പോയി അനീഷേട്ട എന്ന് വിളിച്ച് അക്ബർ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അനീഷ് അംഗീകരിക്കുന്നില്ല. അത് അനീഷിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവ് തന്നെ കേട്ടോ. അക്ബറും തമ്മിലുള്ള ഈ വിഷയം രാത്രി നടക്കുന്നത്, അത് അക്ബറും അനീഷും തമ്മിൽ നടക്കുന്ന രാത്രിയിലാണ്. ഈ അനുമോളുടെ കേസിൽ രാവിലെ തുടക്കം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത്, മറ്റേത് ഡിന്നറിന്റെ സമയത്തുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഒരു നെഗറ്റീവ് ഉണ്ട്. ആരും അത്ര 100% പുണ്യാളനും ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചെറിയ ഞാൻ നാക്കുളുകി ചെറിയ വാളിച്ചുകളുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മളുണ്ടല്ലോ പേഴ്സണലായിട്ട് പോകും, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് പേഴ്സണലാകുമ്പോൾ ഇപ്പൊ ഈ അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്താണ് സത്യം പറഞ്ഞ തെറ്റിരിക്കുന്നത്. അക്ബർ അത് അനീഷും അക്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു വാക്ക് തർക്കത്തിലോ ആയിപ്പോയി. പക്ഷെ ഒരു ഒരു കോമഡി രീതിയിലായിപ്പോ. കാരണം അനീഷ് മാസായി വരാനെ കൊണ്ട് പലപ്പോഴും നോക്കുമ്പോഴും അക്ബർ അത് സിമ്പിളായിട്ട് കഴിയുന്നത് നീ പോടാന്നുള്ള രീതിയിൽ അനീഷിന് അനീഷ് പോ എന്നുള്ള രീതിയിൽ അക്ബർ അതിനെ അത് വലിയൊരു വിഷയമായിട്ടൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യം. രണ്ടുപേരും പെട്ടെന്ന് വിട്ടു കേട്ടോ. അതിൽ കാര്യമില്ല അനീഷിന് അറിയാം. അതുകൊണ്ട് അനീഷ് മനപ്പുറം തൂങ്ങാഞ്ഞത്, അല്ലെങ്കിൽ അനീഷ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം അനീഷിനെ വ്യത്യസ്തനാകുമെന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ഇത് പിന്നെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അനീഷ് പെരുമാറുന്നില്ല. അങ്ങനെ ഒരു കാര്യമാണ്. അത് അനീഷിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത് കാരണം മറ്റെല്ലാവരും ഇപ്പം ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ
പോലും എന്നാളെന്നെ നോമിനേറ്റ് ചെയ്തു. നോമിനേഷനിലൊക്കെ വരുമ്പോൾ അനീഷ് കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളെ അതിന് നമുക്ക് തെറ്റ് പറയാനൊക്കെ, അല്ലെങ്കിൽ അത് അദ്ദേഹം പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റാണ് നമുക്ക് പറയാനൊക്കെ. കാരണം അനീഷ് ഓരോരുത്തരെ നോക്കി പോയിന്റ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇന്നിപ്പോ രാവിലെ തന്നെ അനുമോളെ കുറിച്ച് അനീഷ് പറഞ്ഞത് 100% ശരിയായിട്ടുള്ള കാര്യം. അത് ഭയങ്കരമായിട്ട് നമ്മള് അനീഷ് പക്ഷെ അത് പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. അത് രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്കിൽ അത് ഇന്നത്തെ എപ്പിസോഡിൽ പക്ഷെ ആ ടാസ്ക് കാണിച്ചില്ല, ലൈവിലുണ്ടായിരുന്നു രാവിലെ. ഇന്നത്തെ രാവിലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് ആ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചുകൊണ്ടാണ് അനീഷിന്റെ പേര് പറയുന്ന ആ എപ്പിസോഡിൽ. അത് അനീഷ് അനുവിന്റെ പേര് പറയുന്നത് അങ്ങനല്ല സൂര്യ, അനീഷ് അനുവിനെ പറയുന്നെന്ന് പറഞ്ഞാല് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ തിരിച്ച് അനീഷ് അനുവിനെ പറഞ്ഞെന്ന് പറഞ്ഞ് അനു തിരിച്ച് അനീഷിനെ കൂട്ട് ആകാനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ അനീഷിന്റെ പേര്. അതായത് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ടാസ്ക് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ 52 ദിവസമായാലും എല്ലാവരും ഇവിടെ നിൽക്കാൻ തുടങ്ങി. 60 ദിവസം, ഏകദേശം 50 ദിവസം കഴിഞ്ഞ് 60 ദിവസം പാകുന്നു. അപ്പോൾ പരസ്പരം ഓരോരുത്തരെയും എല്ലാവരും പഠിച്ചിട്ടുണ്ട് നിലവിൽ. ബിഗ് ബോസിന്റെ പറച്ചിലാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്കാണ്. അപ്പം ഓരോരുത്തരായിട്ട് എണ്ണിച്ചിട്ട് നിങ്ങൾ ഇത്രയും പേരിൽ ആരാകാൻ ഈ ഇപ്പം നിലവിൽ ഹൗസിൽ നിൽക്കുന്നവരിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു, ആര് അല്ലാതെ ആകണ്ട എന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു സിമ്പിൾ, എല്ലാവരുടെയും നമ്മൾ അതിന് പറയുന്നത് എപ്പിസോഡിൽ കാണിക്കാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം അനീഷ് എണ്ണിച്ചിട്ട് എനിക്ക് ആരിനെ പോലെ ആകണം എന്ന് പറയുന്നു. കാരണം അവനൊരു സ്പോർട്സ്മാനാണ്, അവൻ്റെ ഫിസിക്കൊക്കെ അങ്ങനെയാണ്, അവൻ ഒരു ജെന്റൽമാൻ ആണെന്നുള്ള രീതിയിൽ. പിന്നെ ആരെപ്പോലെ ആകണ്ട എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നത് അനുമോളെപ്പോലെ ആകണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് അനീഷ് അന്നേരം പറയുന്നത് വാലിഡായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഓരോ കണ്ടസ്റ്റൻറ്റും ഈ ആരെപ്പോലെ ആകണം ആരെപ്പോലെ ആകണ്ട എന്നുള്ള അവരവരുടെ ഇത് പറയുന്നുണ്ട്. അപ്പം അനുമോള് എണ്ണിച്ചിട്ട് ഞാൻ ഇന്ന പോലെ ഇന്ന ആളെ പോലെ ആകാൻ ശ്രമിക്കുന്നു, ആരെ പോലെ ആകണ്ട എന്ന് പറയുമ്പോൾ ആരെ പോലെ ആകണ്ട, ഞാനായാ മതി. പിന്നെ ഈ ടാസ്കിന്റെ ബേസായിട്ട് ഞാൻ പറയുവാണെങ്കിൽ എന്ന് പറയാറ് അത്. എന്നിട്ട് ആരെ പോലെ ആകണ്ട എന്ന് പറയുന്ന കാര്യം അനീഷിന്റെ പേരാണ് പറയുന്നത്. അത് അനീഷിന്റെ പേര് പറയുന്നത് അനുമോളെ സംബന്ധിച്ച് അനീഷും അനുമോളും തമ്മിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ഈ രാവിലെ അനീഷുമായിട്ടുള്ള ഉടക്കിന് ശേഷം, അത് തലേ ദിവസം ചെറിയ രീതിയിൽ ഇവർ ഉടക്കിയിട്ടുണ്ടായിരുന്നു. സംബന്ധിച്ച് എന്ത് കാര്യം ഉള്ളിലോട്ട് എടുക്കും, അത് ഗെയിമിന്റെ ഭാഗത്തു നിന്നല്ല, അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് അത് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ അത് ഏതൊരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നെവിനും ഷാനവാസും തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ധാരണയിലായി. അതായത് കഴിഞ്ഞ ഫാമിലി വീക്കിലെ ആദ്യം ഷാനവാസിന്റെ ഫാമിലി, അതെനിക്ക് അന്നേരം തോന്നിയായിരുന്നു. മകളുമായിട്ട് പോയതിനു ശേഷം അനീഷ് അതിന് മുന്നേ അവർ മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെ ഇതിന് എപ്പിസോഡിലുള്ള ഷാനവാസും നെവിനും തമ്മിൽ മിണ്ടിയിട്ടില്ല. പിന്നെ കുഞ്ഞു പോയതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അന്നത്തെ ആ വിഷയം വിട്ടതിന് ശേഷമാണ് നിവിൻ പിന്നെ കുറച്ചൊരു ആക്റ്റീവ് ആയത് കേട്ടോ. എനിക്ക് നമുക്കിപ്പോ ഇഷ്ടപ്പെടും അദ്ദേഹത്തെ. കാരണം ഓരോന്ന് കാണിക്കും, ഓവറാണ്. അതല്ലാതെ നിവിൻ ഓൺ ആയിട്ടുണ്ട്. നെവിൻ എന്താണോ അത് നെവിൻ ഇപ്പൊ പ്രവർത്തിച്ച് അല്ലെങ്കിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നെവിന്റെ ഗെയിം ഓൺ ആയിട്ടുണ്ട് അവിടെ. പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഷാനവാസും നെവിനും ഈ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ധാരണയിലായിട്ട് ഇരിക്കുകയാണ്. അതൊരു മേജർ നമ്മുടെ ഇപ്പോഴാണ് പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ അന്നേരമാണ് നെവിനും ഷാനവാസും കൂടെ അത് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ സമയമല്ലേ. അതെ, അപ്പൊ അത് അവരുടെ ആ ഒരു ഇഷ്യൂ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ അത്രയും സെൻസിറ്റീവായിട്ട് നിന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് അവർ തന്നെ അത് പറഞ്ഞു. രണ്ടുപേരും പരസ്പരം സമ്മതിക്കുന്നുണ്ട്. കാരണം അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട് എന്തുവാ എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് എന്റെ പേഴ്സണൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒന്നും പറയാനൊക്കെ അത് അവർ കോംപ്രമൈസ് ആയിട്ട് ഞാനത് പറയാൻ, അതായത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വിഷയം എടുത്തരാൻ കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട അവര് എഫക്റ്റ് ആകുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പൊതുസമക്ഷത്തിൽ പറഞ്ഞത്.
നീ അപ്പോൾ ആ സമയത്ത് ഷാനവാസും നിവിൻ്റെയും ആ വിഷയത്തിൽ അബിയും ഒഴിയിലും ഒക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംബോ നഷ്ടപ്പെട്ടു എന്ന് ഷാനവാസ് പറഞ്ഞു എന്ന് പറയുന്നത്. ഷാനവാസ് കോംബോയുടെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഷാനവാസ് പറഞ്ഞ് നെവിനുമായിട്ട് കോംപ്രമൈസ് ആകുന്നുണ്ട്. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വിഷയം ആ വിഷയത്തിലോട്ട് പോകാം. നമ്മൾ ഈ പറഞ്ഞു അത് ഒത്തിരി പഴയ കാര്യങ്ങളിലോട്ട് പോകും. അല്ല, അത് ഞാൻ ആ വിഷയമാണ് പറഞ്ഞത്. അതായത് കോംബോയിൽ ഞാനും നീയും തമ്മിലൊരു കോംബോ ഉണ്ട്, അതാണ് ഞാൻ അന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഷാനവാസ് പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ, അതാ സംഭവം. അവരുടെ നെവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞ് അവർ അത്രയും കോംപ്രമൈസ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലേക്ക് അന്നേരം പെട്ടെന്ന് ബിന്നി ഇപ്പോൾ ഹൗസ് ക്യാപ്റ്റൻ ആണല്ലോ, ബിന്നി വന്ന് ഷാനവാസിനെ വന്ന് നിങ്ങൾ എന്തുവാ സംസാരിച്ചിരിക്കുന്നത്, നീ പ്രോപ്പറായിട്ട് ജോലി ചെയ്യണം, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞ് ചൂലൊക്കെ എടുത്തിരിക്കുന്ന ഷാനവാസിനെ വിളിച്ച് ഭയങ്കര ഫയറുന്നു. അപ്പം ഷാനവാസും നെവിനും തമ്മിലുള്ള ആ വിഷയം അവർ പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഏകദേശം ഒരു ഭയങ്കര ഒരു പ്രശ്നമായത്. അപ്പം അവരുടെ ആ ഒരു ടോക്കിൻ്റെ ഇടയിലേക്ക് ബിന്നി അത് കടന്നു ചെന്ന് അപ്പം അങ്ങനത്തെ ഒരു ഓർഡർ ഷാനവാസിന് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഷാനവാസ് അത് തൂത്തോണ്ടിരുന്നിട്ട് അതിനിടയ്ക്ക് നിവിനോട് സംസാരിക്കാൻ വന്നിരുന്നതേ ഉള്ളൂ. അല്ലാതെ പുള്ളി അവിടെ മാറി സംസാരിക്കുമല്ലോ, ജോലി ചെയ്യാതിരിക്കുകയൊന്നും ചെയ്തില്ല. അവിടെ വെറും ചീപ്പ് ഷോ കാണിച്ചത്, അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളത്. അപ്പൊ ഷാനവാസ് ആദ്യം പറയുന്നുണ്ട്, കുഴപ്പമില്ല ഞാൻ തൂത്തോളാം, ഞാനിപ്പോ വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബിന്നിക്ക് അത് ബിന്നിക്ക് പറ്റത്തില്ല. ബിന്നി പറയുന്ന സമയത്ത് ഷാനവാസ് അന്നേരം തൂക്കണം. അന്നേരം ഷാനവാസ് അന്നേരം ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ബിന്നി ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ ടോൺ മാറുന്നുണ്ട്. ഞാൻ വരാം, എൻ്റെ സമയത്തിന് ഞാൻ തൂത്തോളാം എന്നൊക്കെയുള്ള രീതി ആദ്യം വളരെ സൗമ്യനായിട്ടാണ് ഷാനവാസ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ബിന്നി ചൊറിഞ്ഞുകൊണ്ട് ആ ഒരു ക്യാപ്റ്റന്റെ ഒരു പവർ കാണിച്ചുകൊണ്ട് അവരുടെ പവറൊന്നുമല്ല, അത് വെറും ചീപ്പായിട്ടുള്ള ഒരു ഷോയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ മാറി ഇരിക്കുവായിരുന്നെങ്കിൽ പറയായിരുന്നു, നീ വന്ന് ഇത് ചെയ്യുമെന്ന്. ഷാനവാസ് അവിടെ തൂത്തോളം ബിന്നിയുടെ അടുത്ത് ഞാൻ വന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തോളാമെന്ന് പറയുമ്പോൾ ഉടനെ ബിന്നി അടുത്തൊരു ചീപ്പ് പരിപാടി ചെയ്തു. ഷാനവാസ് നെവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നെവിൻ്റെ അടുത്ത് പോയി പിന്നെ പറയുക, നീ എണ്ണീര്. നെവിൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നീ എണ്ണിച്ച് പോയി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ഇടയിൽ കയറി ബിന്നി അങ്ങ് ഭയങ്കര ക്യാപ്റ്റൻ കളിയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം കുത്തിത്തിരിപ്പെന്ന് അവിടെ ഹൗസിനുള്ളിൽ ബിന്നിക്കൊരു പേര് വരും. ബിന്നിയുടെ ഹസ്ബൻഡ് ഓൾറെഡി ഇപ്പോൾ ഹൗസിനകത്തുണ്ട്. അപ്പം നൂബിനെയും കൂടെ കാണിക്കാനെന്ന് എന്തോ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പം 3 ദിവസമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് വളരെ ഒരു ജെന്റിൽമാനാണ്, നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെ ബിന്നി അവിടെ പല ടോക്കും വരുമ്പം നൂബിന് ആ ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. പിന്നീട് ആദ്യമായിട്ട് ഇന്ന് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയത് ജിസേലിൻ്റെ മമ്മിയാണ്. അപ്പം ജിസേലിൻ്റെ മമ്മി ഗേറ്റ് തുറന്ന് വന്ന് ജിസേലിനെ ഹഗ് ചെയ്തിട്ട് ജിസേലിൻ്റെ മമ്മി ആദ്യമേ പറയുന്നത്, നീ നല്ലപോലെ കളിക്കുന്നില്ല എന്നാണ്, അല്ലേ? അതെ, ആദ്യം വന്ന് കയറുമ്പോൾ തന്നെ പറയുന്നത്, നീ നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ എന്നാണ് ജിസേലിൻ്റെ മമ്മി പറയുന്നത്. അത് തന്നെ ജിസേലിനൊരു നെഗറ്റീവ് അവിടെ തന്നെ അടിച്ചു. പുള്ളി പേടിച്ചിരുന്നതാണ് സംഭവം. അതെ, രാവിലെ തൊട്ടേ ആ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ജിസേലിൻ്റെ മമ്മി ഡയറക്റ്റായിട്ട് വന്ന് ഹഗ് ചെയ്തിട്ട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ പറയുന്നത് ഇതാ, നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും മമ്മി ഷെയ്ക്കാനേ കൊടുക്കുന്നു, ബാക്കി എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആര്യനെയും മാത്രം അധികം മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ അവഗണിച്ച് വിടുക. അപ്പോൾ പിന്നീട് ജിസേൽ ആര്യനത് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്. അപ്പം ജിസേൽ പിന്നീട് ജിസേലിൻ്റെ മമ്മിയോട് അത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആര്യനെ മാത്രം അവോയ്ഡ് ചെയ്തു. അപ്പം മമ്മി പറയുന്നുണ്ട്, ഞാൻ ആര്യനെ അവോയ്ഡ് ചെയ്തില്ല, ഞാൻ അവരെ കണ്ടില്ല. ഇടയ്ക്ക് ആര്യന് മമ്മിയുടെ കാലൊക്കെ തൊട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മമ്മി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അത് ആര്യന് വിഷമമായിട്ടുണ്ട്. അപ്പൊ ജിസേൽ അത് ചോദിച്ചു. അപ്പൊ ജിസേലിന്റെ അടുത്ത് കാഷ്വലായിട്ട് അയ്യോ ഞാൻ കണ്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ജിസേലിന്റെ മമ്മി അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം, നീ അകത്തിരിക്കാതെ പുറത്ത് ഇവിടെ വന്ന് അവരപ്പോ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടില്ലേ അതിന്റെ അവിടെ സംസാരിക്കണം, നീ ഇവിടെ വന്നിരിക്കണം, ഇവിടെ വന്നിരുന്ന് അകത്തുള്ള എല്ലാം കാണാം, സംസാരിക്കാം എന്നൊക്കെയാണ് അവരുടെ മമ്മി പറഞ്ഞു കൊടുക്കുന്നത്. അതെ, നിങ്ങൾ
ഗ്രൂപ്പായിട്ട് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനെ കൊണ്ടാണ് ജിസേലിൻ്റെ മമ്മി ജിസേലിൻ്റെ അടുത്ത് പറയുന്നത്. നന്നായിട്ട് കളിക്കുന്നില്ല എന്നാണ് കറക്റ്റ് ഓപ്പണായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. അപ്പം ജിസേലിനത് ഏകദേശം മനസ്സിലായി കാണും. അതിനുശേഷം ഫാമിലിയായിട്ട് വന്നത് പിന്നെ നമ്മുടെ ആര്യൻ്റെ അമ്മയും ബ്രദറും. അതെ, അതിന് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് ആര്യനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് ആരാ വരുന്നത് എന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം മമ്മിയും പപ്പയും ആയിരിക്കുമെന്നാണ് ആര്യൻ പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ നമ്മുടെ ആര്യൻ്റെ ബ്രദർ ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആര്യൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ഒന്നാമത് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തൊട്ട് ഞാൻ വളരെയധികം വിഷമത്തിലാണ് അല്ലേ. അതാണ് നമ്മുടെ ജിസേലിൻ്റെ മമ്മി വന്ന ആ രീതിയിൽ ബിഹേവ് ചെയ്തത് ആര്യന് സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമമായിട്ടുണ്ട്. പിന്നെ ആര്യൻ്റെ മമ്മിയും അതുപോലെ ബ്രദറും അകത്ത് ചേർന്നു. അവർ വന്ന് സത്യം പറഞ്ഞ നല്ല വൈബായിരുന്നു കേട്ടോ. അവർ എല്ലാവരെയും ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അവർക്കും പോസിറ്റീവ് എനർജി എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അവർ. മെയിനായിട്ട് അവർ വന്ന് ആദിലെ നൂറേനെയും വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്തിട്ട് എന്തായിരുന്നു പറഞ്ഞു, നിങ്ങളെ ഞാൻ എൻ്റെ മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പം പിന്നെ ഒരു കാര്യം കൊണ്ട് നടക്കുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആരും ചോദിക്കുന്നത്, മമ്മി ജിസൈലും ഡോക്ടർ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ മമ്മി പറയാണ്, ആര്യൻ്റെ മമ്മി, ജിസൈൽ എൻ്റെ ഡോക്ടർ അല്ല, ജിസൈൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവിടെ തന്നെ അപ്പൊ അന്നേരം തന്നെ ആരും മനസ്സിലായി അവരുടെ മമ്മിയുടെയൊക്കെ മനസ്സിൽ എന്താണെന്നുള്ളത്. അമ്മയുടെയൊക്കെ മനസ്സിൽ എന്താണെന്നുള്ളത് ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് അവരെങ്ങനെയും ആ വീട്ടിൽ ഗെയിം കോംബോ എങ്കിൽ കോംബോ, ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്. ജിസേലിൻ്റെ ആര്യൻ്റെ മമ്മി അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുക, പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, രണ്ടായിട്ട് നിങ്ങൾ എന്തുവാ ഇത് കിടക്കണമെന്നുള്ളത്, രണ്ട് ബെഡിൽ കിടക്കണം നിങ്ങൾ എന്ന് പറയുന്നത്. 2 ബെഡിൽ കിടക്കണം, രണ്ടായിട്ട് കളിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ മമ്മി, എനിക്ക് തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഞാനോട് വേറെ ആൾക്കാർ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജിസേലിൻ്റെ ആര്യൻ്റെ ഫാമിലി വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ മൂന്നാമതായിട്ട് കയറിയത് നമ്മുടെ അനുമോടെ ഫാമിലി ആയിരുന്നു, അതായത് അമ്മയും ചേച്ചിയും കൂടെ ആയിരുന്നു. അപ്പം അവരും കയറി. അനുമോടെ വക കുറേ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഓവറാന്ന് തോന്നിയത് കുറച്ചൊക്കെ എനിക്ക് തോന്നി, ഓവറാന്ന്. വേറെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല, എനിക്ക് ഓവറാന്ന് തോന്നി. ചിലർക്കത് ഓവറാണെന്ന് തോന്നും. പിന്നെ അനുമോടെ ഒരു നേച്ചർ നമുക്കറിയാമല്ലോ. അനുമോൾ പലപ്പോഴും അനുമോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പുറത്തെല്ലാവരും ഓവറാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കാര്യം അതുകൊണ്ട് ഫാമിലിയൊക്കെ ഒരുപാട് നാളിന് ശേഷമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്കത് കണ്ണടച്ചുവിടാം. കാരണം വളരെയധികം ദിവസത്തിന് ശേഷമായിട്ട് ചിലപ്പം അനുമോൾ ഇനി വീട്ടിലും അങ്ങനെ ആയിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അനുമോൾ ഒരു പൊടിക്ക് ഇച്ചിരി ഓവറാകുന്നുണ്ടോ എന്ന് ഒരു ഡൗട്ടുണ്ട്. എന്തായാലും അനുമോടെ ചേച്ചിയും അമ്മയും വന്ന് അനുമോടെ അടുത്ത് കരയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ബോൾഡായിട്ട് നിൽക്കണം എന്ന് പറയണം. ഇതുവരെ വന്ന എല്ലാ വീട്ടുകാരെ അപേക്ഷിച്ച് അവരൊരു അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയും വന്നു പോയി. ഇനി നാളെ തൊട്ട് വരുന്ന ആൾക്കാരുടെ ഫാമിലി ഇത് പറയുമോ എന്നറിയത്തില്ല. പക്ഷെ ഇതുവരെയും വന്നവരുടെ ആരുടെയും ഫാമിലി മെമ്പേഴ്സ് അവരോട് പറഞ്ഞതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതായത് അനുമോടെ ചേച്ചി ഹൗസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ചിട്ട് നല്ല രീതിയിൽ ചേച്ചി നല്ല രീതിയിൽ കളിക്കുക, കപ്പും കൊണ്ട് വേണം വരാനെന്ന്. ബാക്കി ഒറ്റ ഫാമിലി മെമ്പേഴ്സും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്നലെ ആണെങ്കിൽ അക്ബറിൻ്റെ വൈഫ് വന്നു, പിന്നെ അതുപോലെ സാബുമാൻ്റെ പേരൻസ് വന്നു. അക്ബറിൻ്റെ വൈഫ് അക്ബറിനോട് പറഞ്ഞു നമ്മൾ കണ്ടതാണ്, നീ കപ്പോ ഒന്നും നീ ശ്രദ്ധിക്കണ്ട, നീ ഇറങ്ങുമ്പോൾ ബെസ്റ്റ് പ്ലെയറായിട്ട് ഇറങ്ങുക, സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അതെനിക്ക് അക്ബറിന്റെ വൈഫ് ഇന്നലെ പറഞ്ഞു. അതുപോലെ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇതുവരെ വന്നതിനെ അപേക്ഷിച്ച് അപ്പം ഒരു ചോദ്യം വരാം. കാരണം കപ്പിന് വേണ്ടിയിലല്ലേ കളിക്കുന്നത്, കപ്പിന് വേണ്ടിയിലാണ് കളിക്കുന്നത്. പക്ഷെ
കപ്പിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ കപ്പിന് വേണ്ടി എങ്ങനെ കളിക്കാന്നുള്ള രീതി വരരുത്. എന്തോ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്തു. ഇനി നാളെ വരുന്ന ഫാമിലീസ് ചിലപ്പോൾ അങ്ങനെ പറയില്ലെന്നൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവരെ വന്നവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പറഞ്ഞേക്കുന്നത്. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം സ്പൈക്കൂട്ടനകത്ത് കയറിയിട്ടുണ്ട്. സ്പൈക്കൂട്ടൻ ഒരു പാട്ടൊക്കെ ഇട്ട് അകത്ത് കയറുന്നു. അപ്പം ഫാമിലി മെമ്പേഴ്സ് എല്ലാം, അതായത് കണ്ടസ്റ്റന്റ് എല്ലാം ഓടി വന്നു പുതിയതായിട്ട് ഏതെങ്കിലും ഫാമിലി കയറുവാണെന്നാണ് ഓർത്തത്. പക്ഷെ സ്പൈക്കോട്ടം കയറി വന്ന് അതൊരു ഫൺ മോഡിൽ അങ്ങ് പോയല്ലേ. അവിടെ എല്ലാം വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിനകത്തൊക്കെ പണ്ട് എപ്പോഴോ ഇരുന്നതൊക്കെ അവർക്ക് മനസ്സിലായി. ഫ്രിഡ്ജ് കാണിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എപ്പോഴോ ഇരുന്ന സാധനമാണ് നോക്കുന്നുണ്ട്. പിന്നെ ജിസേൽ അതെടുത്ത് വെളിയിൽ വെക്കുന്നുണ്ട്. പിന്നെ ആ റൂമിനകത്ത് കയറിയിട്ട് അവരുടെ ചെരുപ്പൊക്കെ കിടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന് മുന്നേ നമ്മുടെ നിവിൻ്റെ കളത്തരം പൊളിക്കാനാണ് മെയിനായിട്ട് നമ്മുടെ സ്പൈക്കുട്ടനകത്ത് കയറിയത്. അവനൊരു വെളുത്തുള്ളി അച്ചാർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് സ്പൈക്കുട്ടനകത്ത് കയറി പൊളിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഫൺ മോഡലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നീട് നടന്ന ഒരു സംഭവം, അത് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. നമ്മുടെ അക്ബർ നമ്മുടെ ജിസേലിനെ മാറ്റി വിളിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഏകദേശം രാത്രിയിലാണ്. അത് പറയുന്നത് ഒനിയിൽ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസമായിട്ട് ഇപ്പം നമ്മുടെ ജിസേല് ആര്യൻ വിഷയത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ആ ഒരു വിഷയം. അപ്പോൾ ആ ഒരു വിഷയത്തിനെ നമ്മുടെ അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ആര്യന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ആര്യന് അക്ബറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട്, ഞാനും ജിസേലും ഇനി ബെഡ് ഷെയർ ചെയ്ത് കിടക്കുന്നില്ല, രണ്ടുപേരും മാറി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലല്ലോ അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ വന്നാൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവനിപ്പോ ഒനിയിൽ അങ്ങനല്ല, ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ആദ്യം അക്ബറിന്റെയും ജിസേലിന്റെയും കോൺവെർസേഷൻ അതന്നെ. ഈ അക്ബർ ജിസേലിനെ വിളിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു, ഒനിയിൽ ഇതുപോലെ നിങ്ങളെ വേറെ ഒരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ബെഡ് മാറി കിടക്കാനെ കൊണ്ട് ജിസേലും ആര്യനും കൂടെ ഡിസിഷൻ എടുത്തു. അവരൊരു രാത്രി അങ്ങനെ കിടക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ ഇനി ബെഡ് മാറി കിടക്കണ്ട, നിങ്ങൾ ബെഡ് മാറി കിടന്നാൽ അനുമോളൊക്കെ അന്ന് പറഞ്ഞത് ശരിയാണെന്ന് പലരും വിശ്വസിക്കും എന്ന് ജിസേലിനെ പറഞ്ഞ് അക്ബർ ധരിപ്പിക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മുടെ ജിസേല് അതിനകത്ത് ആ ഒരു കോൺവെർസേഷനകത്ത് അതെനിക്ക് കുഴപ്പമില്ല, താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പം അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നീ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കണമെന്ന് ജിസേലിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി ജിസേൽ നിൽക്കുന്നില്ല. ഞാനത് ഒനിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ജിസേൽ പറഞ്ഞു, ഞാനെന്നാൽ ഒനിയലിൻ്റെ അടുത്ത് ചോദിച്ചോളാമെന്നാണ് ജിസേൽ പറയുന്നത്. ഇപ്പം അവിടെ ഈ ഒരു വിഷയം അല്ലേ, നമ്മുടെ ഈ അനുമോള് പറഞ്ഞ ഈ വിഷയം അവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പല കണ്ടസ്റ്റന്റുകളും. അന്ന് അത് അനുമോളെ മാത്രമായിട്ട് അത് ഒതുങ്ങും, എല്ലാവരും ജിസേലിനും ആരും അത് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇപ്പം നിലവിൽ ആ വിഷയം വീണ്ടും ഹൗസിനുള്ളിൽ പൊങ്ങിയിട്ടുണ്ട്. കാരണം പല കണ്ടസ്റ്റന്റുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അനുമോൾ എന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ പലരും അത് പുറത്ത് പറയാനെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വേറൊരു കാര്യം, നീ ആണെങ്കിൽ മറ്റേ ലൈൻ കട്ട് ഇന്റർവ്യൂ കണ്ടായിരുന്നു, മറ്റേ അബിയുടെ. അഭിശ്രീ എവിക്ഷൻ ആയി പോയതിനു ശേഷം നമ്മുടെ ലൈൻ കട്ട്, ഏഷ്യാനെറ്റിൻ്റെ ലൈൻ കട്ട് ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പം ഈ കാര്യം ആങ്കർ ചോദിക്കുമ്പോൾ അഭിശ്രീ പറയുന്നുണ്ട് അന്ന്. അത് പുള്ളിക്കാരൻ അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട്. പക്ഷെ അനുമോൾ അന്ന് പറഞ്ഞത് അന്ന് എല്ലാവരും ആ രീതിയിൽ എടുത്തെങ്കിലും പിന്നീട് പലരും ഈ കാര്യങ്ങൾ പല സാഹചര്യത്തിലും ഇവരുടെ ജിസേൽ ആര്യൻ ഈ ഒരു ട്രാക്കിനെ കുറിച്ച് പലരും സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, ആരും സംസാരിക്കത്തില്ല എന്ന് നമ്മുടെ അഭിശ്രീ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം പലർക്കും ഇപ്പൊ ഹൗസിനുള്ളിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റന്റുകൾക്കും അറിയാം, പക്ഷെ അത് പൊതുവിൽ അതൊരു ടോപ്പിക്കായിട്ട് എടുത്തോണ്ട് ആരും വരത്തില്ല. അതാണ് മെയിനായിട്ടുള്ളത്.
പിന്നെ ഈ സംഭവത്തെ പറ്റി സംസാരിക്കുന്നത് രാത്രി ഒരു 1 മണി കഴിഞ്ഞതിന് ശേഷം ആദില, ഉനിയല്, ജിസേൽ, ആര്യൻ ഇവര് 4 പേരും കൂടി കാര്യം ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് രാത്രി. അതിനുശേഷം ഇന്ന് എപ്പിസോഡിൽ ലാസ്റ്റ് കാണിക്കുന്നത് ഒരു 1:30 ആയിട്ടുണ്ട് രാത്രിയിൽ. ആ സമയത്ത് നമ്മുടെ ആദിലയും ഒനിയിലും ജിസേലും ആര്യനും ഈ മാറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് അക്ബർ പോയി ജിസേലിനെ വിളിച്ച് പറഞ്ഞ കാര്യം. അപ്പോൾ ഒനിയിൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനാണെന്നോ വെറുതെ തീർക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഞാൻ ആരിൻ്റെ അടുത്ത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് അക്ബർ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അക്ബർ ഇത് മാക്സിമം ഇതൊരു അവിടെ ഒരു സംസാരമാകണം അല്ലെങ്കിൽ ഒരു വിഷയമാകണം എന്നുള്ള രീതിയിൽ അക്ബർ അവിടെ ഈ കാര്യം എടുത്തിടാൻ ജിസൈലിനോട് സംസാരിക്കും. ജിസൈൽ അത് ഒനിയലിനോട് ആരിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ എന്നോട് അക്ബർ ഫോഴ്സ് ചെയ്യുന്നു ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കണം എന്ന്, വീട്ടിലിങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണം എന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ ജിസൈൽ പറഞ്ഞു എനിക്കങ്ങനെ താല്പര്യമില്ല, ഈ വിഷയത്തെ പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒനിയൽ ഇനി അത് ഇതാകുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ കാര്യം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള കാര്യം. ഒനിയൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആ വിഷയത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ അനുമോളുടെ വിഷയമല്ല പറയുന്നത്, ക്ലിയർ ആയിട്ട് പറയുന്നത് അനുമോൾ കണ്ട വിഷയത്തെ പറ്റി അല്ല, വിഷയമല്ല പറയുന്നത്. അതിനുശേഷം എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല, കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. അപ്പോൾ ഒനിയിലും കണ്ടിട്ടുണ്ട് ഈ ജിസേലും ജിസേലും ആര്യനും തമ്മിലുള്ള. അതെ, എന്നെ സത്യം പറഞ്ഞ ഞാനും അത് അത്ഭുതപ്പെട്ടു പോയതെന്താന്ന് വെച്ചാൽ, സാധാരണ അനുമോടെ ആ കേസിൽ നമുക്കറിയാം ഹൗസിൽ എന്താണ് നടന്നെന്നുള്ളത്. പക്ഷെ ഈ ഒരു കോൺവെർസേഷൻ അവർ ചെയ്യുമ്പോൾ ഒനിൽ പറയുന്നുണ്ട്, അംഗീകരിക്കുന്ന പോലെ അനുമോള് പറയുന്ന കേസല്ല ഞാൻ പറയുന്നത്. അതിനുശേഷം ഞാനൊരു കാര്യം കണ്ടു, ഞാൻ കാണാത്ത കാര്യമല്ല പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് പറയുമ്പോൾ അത് ഈ ജിസേലിനെയും ആര്യനെയും കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചാണ് ഒനില് അവരോട് പറയുന്നത്. അത് ആര്യനോടും ജിസേലിനോടും പറയുകയാണ്. പക്ഷെ അന്നേരം അവരത് ഡിഫെൻഡ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? അത് അവർ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അത് അക്ബർ കളിക്കുന്ന ഒരു ഗെയിം എന്നുള്ള രീതിയിൽ അത് അക്ബർ അവിടെ തന്നെ വെച്ചാൽ മതി, ആ വിഷയം ഇനി ഹൗസിൽ ചർച്ച ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഒനിലും പറയുന്നത്. അപ്പൊ അത് അവർക്കിടയിൽ ഒനിൽ ഇത് പറയും, അവരൊരിക്കലും ഡിഫെൻഡ് ചെയ്യുക, അത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഒനിലിന്റെ അടുത്ത് പറയുന്നില്ല. അതിനർത്ഥമാണ് ഒനിൽ കണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവിടെ അനുമോള് പറഞ്ഞത്, അന്ന് അനുമോള് പറഞ്ഞതിലും സത്യമില്ലേ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒനിലിന്റെ അടുത്ത് തീർച്ചയായിട്ടും ആര്യനും ജിസേലിനും പറയാമല്ലോ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ല നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ എപ്പോഴാണ് അങ്ങനെ കണ്ടത്? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മാത്രമല്ല 2 ദിവസം മുമ്പ് ഈ ഷാനവാസൊക്കെ ജിസേലിന്റെ അടുത്തും ആര്യന്റെ അടുത്തും ഈ കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ളിലെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അന്നേരം ആര്യനൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കിടയിൽ ചിലപ്പോൾ അത് ലവ് ആകാം, ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം, അത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല, അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ആണെന്നാണ് ആര്യൻ പറയുന്നത്. അപ്പം ഈ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഹൗസിനുള്ളിൽ ഈ ഒരു വരും ദിവസങ്ങളിൽ ജിസേൽ ആര്യൻ ഈ റിലേഷൻഷിപ്പ് കുറച്ച് കത്താനെ കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷൻ അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇനി ഇവരെല്ലാം കളി അല്ലെങ്കിൽ ജിസേലിന്റെ ആര്യനും ഒക്കെ അതെങ്ങനെയാണ് ഇനി അത് പ്രസന്റ് ചെയ്യുന്നത് കാണേണ്ടത്. കാരണം ഇപ്പൊ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ് വന്നു കഴിഞ്ഞു, ഗെയിം മാറ്റണമെന്ന് അവർക്ക് മനസ്സിലായി. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം എന്തായാലും ഈ കാര്യം അവർ തമ്മിൽ അവര് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവരിപ്പോ നാളത്തെ ദിവസം എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നിപ്പോ ഒനിയിൽ തോന്നുമ്പോ അവര് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം മെയിനായിട്ട് നടന്നത്. അതിൽ ഈ വൈൻഡപ്പ് സമയത്ത് നടന്ന ഈ എപ്പിസോഡിലെ ലാസ്റ്റ് സമയത്ത് ഈ 1:30 ഇവർ ചെയ്ത ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു അതിനകത്തെ മെയിൻ കണ്ടന്റ് ഇന്നത്തെ. അപ്പം നാളത്തെ ദിവസങ്ങൾ നമുക്കറിയാം
എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരുടെയും ഗെയിം അവിടെ ഏകദേശം ചേഞ്ച് ആയിട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇതില്ലാതിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി മാത്രമേ ഉള്ളൂ. ലക്ഷ്മി എന്തിനാണ് അക്ബർ നേരത്തെ ആ ഭീം ബാങ്കിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് പോലെ ഇപ്പൊ ലക്ഷ്മിയാണ് ഇരിക്കുന്നത്. സാബുമാനി അവിടെ ഒരു ഇതുമില്ല. ഇന്ന് ലക്ഷ്മിയൊക്കെ അവിടെ എടുത്ത് കാണിച്ചു. കാരണം നോക്കിയപ്പോ അവിടെ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മിയൊക്കെ അത് നേരിട്ട് കണ്ടത് ആസ്വദിക്കാൻ പോയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ പല ഫൈറ്റുകളും പല ചർച്ചകളും അവിടെ കാര്യമായിട്ട് നടക്കുമ്പോൾ ലക്ഷ്മി ഓരോന്ന് കണ്ട് ചിരിച്ച് കളിച്ച് പുള്ളിക്കാരിക്ക് ലൈവ് കാണാൻ പോയാൽ കേട്ടോ അവിടെ അകത്ത് കയറിട്ട്. എന്തായാലും ഈ ആഴ്ചയിൽ നോമിനേഷനുണ്ട്. പക്ഷെ നിലവിൽ എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച പോകാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റ് ആണെന്ന്. കളിക്കുന്നവരെ നമ്മൾ അവിടെ നിർത്താൻ ശ്രമിക്കുക എല്ലാവരും. അല്ലാത്തവരെ നമ്മൾ വോട്ട് വെറുതെ എന്തിനാ അവിടെ കൊണ്ട് നിർത്തുന്നേ? വെറുതെ ചുമ്മാ ഒന്നും ചെയ്യാതെ കപ്പിലോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ടോപ്പ് 5 എത്തുന്നുള്ള രീതിയിലാക്കണ്ട. അതെ, ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഇനി നാളെ എന്താകുമെന്ന് അറിയത്തില്ല. നാളത്തെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നാളെ വരാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.